ഹലോ ഗൈസ്, AK ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തേക്കാണ്. നോർമലി നമ്മുടെ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് നിന്നാണെങ്കിലും ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. 3:40 ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി പത്മനാഭസ്വാമിയെ കണ്ടിട്ട് വരാം. ഞങ്ങളുടെ ട്രെയിൻ 3:40 ആ ട്രെയിനിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിനാണ് ഇപ്പം. പല ട്രെയിനുകളും തൃശ്ശൂർ സ്റ്റേഷനിൽ വന്നു പോകുന്നുണ്ട്. ഒരു 15 മിനിറ്റ് ലേറ്റായിട്ട് 3:55 ഞങ്ങളുടെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ട്രെയിനിൽ കയറി ഉടനെ തന്നെ നല്ല വിശപ്പ് തോന്നി. വീട്ടിൽ നിന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവന്ന മുളകും ഉപ്പും മിക്സ് ചെയ്ത് കൊണ്ടുവന്ന മാങ്ങ എടുത്ത് ഒന്നൊന്നായി കഴിക്കാൻ തുടങ്ങി. ട്രെയിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇപ്പം ഞങ്ങൾ ട്രെയിനിലാണ് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനശതാബ്ദി എക്സ്പ്രസ്സിലെ സെക്കൻഡ് സിറ്റിങ്ങിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുറവാണ്. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് വ്യവസ്ഥ സഞ്ചരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതേപോലെ ട്രെയിൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതാവാം. ഏകദേശം 5 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ട്രെയിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടും അതേപോലെ തന്നെ വിമാനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ട്രെയിൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം ആലപ്പുഴ എത്താറായി. ഏകദേശം വൈകുന്നേരം 6 മണിയായി. സൂര്യനൊക്കെ അസ്തമിക്കാൻ വേണ്ടി പോവുകയാണ്. ആലപ്പുഴ എത്താറായിട്ടുണ്ട് ട്രെയിൻ ഏകദേശം. ഇപ്പോൾ ട്രെയിൻ ഏതോ ഒരു സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ഏതോ ട്രെയിൻ കടന്നു പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പ് വീണിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള ഹോട്ടൽ അന്നപൂർണ അവിടെ കയറി പൊറോട്ടയും അതേപോലെ തന്നെ ഗോപി മഞ്ചൂരിയൻ മസാല ദോശ എല്ലാം ഓർഡർ ചെയ്തു. സമയം ഏകദേശം 10:45. ഹലോ ഗൈസ്, ഞങ്ങളിപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ രാവിലത്തെ ദർശനത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. അടുത്ത ദർശനം 8:30 7 മണി തൊട്ട് 8:30 വരെ പൂജ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഉള്ളോട്ട് കയറാൻ വേണ്ടി പോവാണ്. വീഡിയോ അലൗഡ് അല്ല ഉള്ളിൽ. അപ്പം ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പം ഞങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ട് തിരിച്ച് കോഴിക്കോടേക്ക് കണ്ണൂർ ജനശതാബ്ദിയിൽ പോവാണ്. അപ്പം ഞങ്ങൾ നന്നായിട്ട് തൊഴുതു. 2 അമ്പലങ്ങളിൽ, ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രവും പിന്നെ ആറ്റുകാൽ പൊങ്കാല ഇടുന്ന നമ്മൾ എവിടേക്ക് പോയി? ആറ്റുകാൽ പൊങ്കാല ക്ഷേത്രം. ആറ്റുകാൽ
ആറ്റുകാൽ പൊങ്കാല ക്ഷേത്രം, ആറ്റുകാൽ ദേവീക്ഷേത്രം. ദേവീക്ഷേത്രം അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ കുറേ ക്രൗഡായിട്ടുള്ള കുറേ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ പൊങ്കാല നടക്കുകയാണ്. 13-ാം തീയതിയാണ് പൊങ്കാല, അതുകൊണ്ട് നല്ല ക്രൗഡാണ് അവിടെ. ഓക്കെ, അപ്പം എല്ലാവരും എല്ലാ മലയാളികളും അവിടെ പോകുന്നത് ഞാൻ എൻ്റെ രീതിയിൽ പറയുന്നു. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ, ബൈ ബൈ. ബൈ ബൈ.